ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ എപ്പിസോഡ്. എല്ലാ വിദ്വാൻമാർക്കും എല്ലാം അറിയുന്ന എത്ര ജ്ഞാനിയായാലും ശരി, അവർക്കും അറിയാതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. അതേപോലെ ഒന്നും അറിയാതായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല. നമുക്ക് വാൽമീകിയുടെ ഒരു കഥ പറയാം. പണ്ട് വാൽമീകി ഒരു ദിവസം ഒരു ഗ്രാമത്തിലിങ്ങനെ നടന്നു പോവുകയായിരുന്നു. നല്ല വെയിലുണ്ട്, നല്ല ചൂട് കാലാവസ്ഥ. കുറച്ച് ദാഹം തോന്നി. എവിടെ നിന്ന് വെള്ളം കിട്ടുന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അടുത്തെവിടെയും വീടുകൾ കാണുന്നില്ല. കുറച്ച് നടന്നപ്പോൾ ദൂരെ ഒരു കിണർ കണ്ടു. ശരി, അവിടെ നിന്ന് കുറച്ച് വെള്ളം കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ത്രീ വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീയോട് വാൽമീകി ചോദിച്ചു, ഭവതി, എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം വേണം. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ വെള്ളം തരാം, അങ്ങ് ആരാണെന്നൊന്ന് പറയണം. വാൽമീകി വിചാരിച്ചു, വാൽമീകി വലിയ മഹർഷിയാണ്, ജ്ഞാനിയാണ്. വാൽമീകി എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിലുള്ള ഈ പെണ്ണുങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. വെറുതെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പിന്നെ അവർ എന്തും ചോദിക്കും. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു വഴിപോക്കനാണെന്ന് പറഞ്ഞു. ഉടനെ ആ സ്ത്രീ പറഞ്ഞു, വഴിപോക്കനല്ല, ലോകത്ത് രണ്ട് വഴിപോക്കന്മാർ എനിക്കറിയുള്ളൂ. അവർ എല്ലാ ദിവസവും ഇതിൽ കൃത്യസമയത്ത് പോകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, ഒരു ദിവസം പോലും തെറ്റിക്കാറില്ല. അവരാണ് സൂര്യനും ചന്ദ്രനും. വാൽമീകി ബുദ്ധിമുട്ടി, എന്തു പറയും? പിന്നീട് പറഞ്ഞു, ഞാനൊരു അതിഥിയാണ്, വെള്ളം തരും. സ്ത്രീ പറഞ്ഞു, ഈ ലോകത്തിൽ എനിക്കറിയാവുന്ന 2 അതിഥികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് അസുഖം, രണ്ടാമത്തത് മരണം. അതിഥി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയിക്കാതെ പെട്ടെന്ന് വരുന്നവരാണ്. അങ്ങനെയുള്ള 2 പേരാണ് മരണവും വേദനയും. ഇത് രണ്ടും മാത്രമേ അതിഥികളായിട്ടുള്ളൂ. വാൽമീകി വീണ്ടും വിഷമിച്ചു. വാൽമീകി പറഞ്ഞു, ഞാനൊരു പിടിവാശിക്കാരനാണ്. ഉടനെ സ്ത്രീ പറഞ്ഞു, പിടിവാശിക്കാരായിട്ട് ഈ ലോകത്ത് 2 പേരെ എനിക്കറിയുള്ളൂ, ഭയങ്കര പിടിവാശിയുള്ളവർ. ആരാണെന്നറിയാമോ? ഒന്ന് നമ്മുടെ തലമുടി, രണ്ടാമത് കൈയുടെ നഖം. എത്ര പ്രാവശ്യം കട്ട് ചെയ്താലും വാശിയോടെ വളർന്നു വരും. അത്രത്തോളം പിടിവാശിയുള്ളവർ ഈ ലോകത്ത് ആരുമില്ല. വാൽമീകി ഉത്തരം മുട്ടി. അത് കഴിഞ്ഞ് ആ സ്ത്രീ വാൽമീകിയോട് ചോദിച്ചു, ഞാനൊരു ചോദ്യം ചോദിച്ചാൽ അങ്ങ് ഉത്തരം പറയുമ്പോൾ? വാൽമീകി സമ്മതിച്ചു. സ്ത്രീയുടെ ചോദ്യം ഇതായിരുന്നു, ഈ ലോകത്തിൽ ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും അധികാരമുള്ള 2 ആളുകൾ ഏതൊക്കെയാണ്? വാൽമീകി ഒട്ടും ആലോചിക്കാതെ പറഞ്ഞു, ഒന്ന് ഈശ്വരൻ, രണ്ടാമത് രാജാവ്. സ്ത്രീ പറഞ്ഞു, ശരിയല്ല. അതായത് ഏറ്റവും ശക്തിയുള്ളത്, ഏറ്റവും അധികാരമുള്ളത് ഭൂമിയാണ്. എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നതും വളരുന്നതും നശിക്കുന്നതും ഭൂമിയിലാണ്. ജലവും വായുവും അഗ്നിയും ഉണ്ടാകുന്നത് ഭൂമിയിലാണ്. അപ്പോൾ ഭൂമിയേക്കാൾ ശക്തിയും അധികാരമുള്ള ആരും ഈ ലോകത്തില്ല. അത് രണ്ടാമത്തത്, അതേപോലുള്ള ഭൂമിയെ സംരക്ഷിക്കുന്ന സൂര്യനാണ് രണ്ടാമത്തെ ശക്തി. ഈ 2 ശക്തിയുമല്ലാതെ ഇതിനപ്പുറത്ത് ലോകത്ത് ഒരു ശക്തിയുമില്ല. വാൽമീകി ആകെ ബുദ്ധിമുട്ടി. വാൽമീകി മനസ്സിൽ വിചാരിച്ചു, സന്യാസി ആയതുകൊണ്ടോ ജ്ഞാനി ആയതുകൊണ്ടോ മാത്രം എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. ഈ സ്ത്രീയിൽ നിന്ന് പല കാര്യങ്ങളും വാൽമീകി മനസ്സിലാക്കി. വെള്ളം കുടിച്ച് തിരിച്ചു പോകുമ്പോൾ ഭൂമിയെപ്പറ്റിയും ഭൂമിയിലുള്ള ഓരോ സംഭവങ്ങളെപ്പറ്റിയും ഭൂമിയുടെ ഘടനയെപ്പറ്റിയൊക്കെ വാൽമീകി ആലോചിച്ചു. അവസാനം ഭൂമിയിലുള്ള പഞ്ചഭൂതങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത് ഈ നാടൻ സ്ത്രീയുടെ ആ ഒരു വാക്കിൽ നിന്നാണ്. പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇതൊക്കെ വാൽമീകി മനസ്സിലാക്കിയത് ഇതിൽ നിന്നാണ്. അതുകൊണ്ട് ഒന്നും അറിയാതെ ആരും ലോകത്തില്ല. അതുപോലെ എത്ര വലിയ ജ്ഞാനിയായാലും ശരി,
എല്ലാം അറിയണമെന്നില്ല. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ആരും നമ്മളെക്കാൾ താഴെയില്ല. അതിനൊരു ഉദാഹരണം പറയാം. പണ്ട് വിശ്വാമിത്ര മഹർഷിയെ അറിയാമല്ലോ, വസിഷ്ഠനും രണ്ടുപേരും വലിയ മഹർഷിമാരാണ്. അവർ സപ്തർഷികളിൽപ്പെട്ട ഋഷിമാരാണ്. പക്ഷേങ്കിൽ വിശ്വാമിത്രൻ്റെ ഒരു സംശയം, ആരാണ് ശ്രേഷ്ഠൻ? വസിഷ്ഠനെയാണ് വിഷ്ണുവിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് വിശ്വാമിത്രനൊരു സംശയം വന്നു, ഒന്ന് ചെക്ക് ചെയ്യണം ആരാണ് ശ്രേഷ്ഠൻ എന്നുള്ളത്. വിശ്വാമിത്രൻ വസിഷ്ഠനോട് ചോദിച്ചു. വസിഷ്ഠൻ പറഞ്ഞു അങ്ങ് തന്നെയാണ് ശ്രേഷ്ഠൻ. അതുകൊണ്ടൊന്നും വിശ്വാമിത്രൻ തൃപ്തനായില്ല. നമുക്ക് വിഷ്ണുവെടുത്ത് പോയി ചോദിക്കാം. അങ്ങനെ രണ്ടുപേരും വിഷ്ണുവെടുത്ത് ചെന്നു. വിഷ്ണുവോട് വിശ്വാമിത്രൻ ചോദിച്ചു, ആരാണ് ശ്രേഷ്ഠൻ? വിഷ്ണു പറഞ്ഞു, ഞാനൊരു ടെസ്റ്റ് ചെയ്യാം, അതിൽ വിജയിക്കുന്നവനായിരിക്കും ശ്രേഷ്ഠൻ. എന്താണ് ടെസ്റ്റ് എന്നറിയാമോ? നിങ്ങളിൽ താഴെയുള്ള 100 പേർക്ക് സദ്യ കൊടുത്ത് തിരിച്ചു വരണം. അതിനുള്ള സമയം 30 ദിവസമാണ്. 30 ദിവസത്തിനകം നിങ്ങളിൽ താഴെയുള്ള 30 പേർക്ക് സദ്യ കൊടുത്ത് തിരിച്ചു വരണം. രണ്ടുപേരും തിരിച്ചുപോയി. വിശ്വാമിത്രൻ എന്ത് ചെയ്തു? വിഷ്ണു പറഞ്ഞ 100 പേരല്ലേ, 1000 പേർക്ക് സദ്യ കൊടുത്താൽ വിഷ്ണു വളരെ സന്തോഷമായിരിക്കും എന്ന് വിചാരിച്ച് 1000 പേർക്ക് വിളിച്ച് സദ്യ കൊടുത്ത് ഒരാഴ്ച കൊണ്ട് സദ്യ കൊടുത്ത് റെഡിയായി 30ാമത്തെ ദിവസം കൊണ്ട് കാത്തിരുന്നു. 30ാമത്തെ ദിവസം വിഷ്ണു നേരെ അവിടെ ചെന്നു. വിശ്വാമിത്രൻ നേരെ വിഷ്ണുവിനടുത്ത് ചെന്നു. അപ്പോഴും വസിഷ്ഠനെത്തിയില്ല. വിശ്വാമിത്രൻ വിചാരിച്ച് വസിഷ്ഠൻ ഇത്ര ഇതായിപ്പോയല്ലോ, ഒരു 100 പേർക്ക് സദ്യ കൊടുക്കാൻ പറ്റിയില്ല. ശരി, കാത്തിരുന്ന സമയമാകുമ്പോഴുണ്ട് വസിഷ്ഠൻ ഓടിക്കിതച്ച് വരുന്നു. വിഷ്ണു ചോദിച്ചു, എന്താ കാര്യം? ഭഗവാനെ, ഞാൻ 30 ദിവസമായി അന്വേഷിക്കുന്നത്, എന്നേക്കാൾ താഴെയുള്ള ആരെയും കണ്ടുകിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് സദ്യ കൊടുക്കാൻ പറ്റിയില്ല. അങ്ങ് മാപ്പ് തരണം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ ആരാണ് ശ്രേഷ്ഠനെന്ന്. സുഹൃത്തുക്കളെ, നമ്മളിൽ താഴെ ഈ ലോകത്ത് ആരുമില്ല. അത് മനസ്സിലാക്കാൻ വിശ്വാമിത്രന് സാധിച്ചില്ല, പക്ഷേ വസിഷ്ഠന് സാധിച്ചു. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ആരും നമ്മളിൽ താഴെയല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഏത് പൊസിഷനിൽ ഇരുന്നാലും ശരി, എത്ര സമ്പന്നനായാലും ശരി, ഏത് സ്റ്റാറ്റസിലിരുന്നാലും ശരി, നമ്മളെക്കാൾ താഴെ ആരുമില്ല. ഇത് ഒരു പാഠമാക്കി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.